യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം ധനസമാഹരണത്തിനുള്ള മാർഗമല്ല. സുവിശേഷം മതപരിവർത്തനമല്ല. സുവിശേഷം സഭയുടെ വർധനമല്ല. സുവിശേഷം എന്നത് സംഘടനയുടെ വ്യാപ്തിയല്ല. അതിനപ്പുറം പാപത്തിനകത്തകപ്പെട്ടു പോയ മാനവരാശിക്ക് പാപത്തിൽ നിന്ന് പാപമില്ലാത്ത പരിശുദ്ധമായ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ കവാടമാണ് സുവിശേഷം എന്നത്. അതേ പ്രിയരെ, സ്വർഗം എന്നത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമാണ് സ്വർഗം. ആ സ്വർഗരാജ്യം പരിശുദ്ധമാണ്, പാവനമാണ്. ഒരു അക്രൈസ്തവനെ വധിച്ചതുകൊണ്ടോ ഇല്ലെങ്കിൽ വ്യത്യസ്തമാകുന്ന മത ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് സേവിച്ചത് കൊണ്ടോ പിൻപറ്റിയത് കൊണ്ടോ ഒരു മനുഷ്യന് ലഭ്യമാകുന്നതല്ല സ്വർഗരാജ്യം എന്നത്. എന്താണ് കാരണം? കാരണം മനുഷ്യൻ ആരാണെന്ന് പഠിച്ചാൽ മാത്രമേ പാപിക്ക് സ്വർഗരാജ്യത്തിൽ, ഇല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന ബാഹ്യമായ കർമ്മങ്ങൾ കൊണ്ടോ ക്രിയകൾ കൊണ്ടോ യാത്രകൾ കൊണ്ടോ ആ പരിശുദ്ധമായ സ്വർഗം പുൽകാൻ കഴിയില്ല. മനുഷ്യൻ പാപിയാണ്. എല്ലാ മനുഷ്യരും പാപിയാണോ? അതെ, സകല മനുഷ്യരും പാപിയാണ്. പാപമില്ലാതില്ല നരനെ ഭൂതലേ, ശിശുവിലും പാപമുണ്ട്. ഇബ്ലീസിന്റെ കുത്തേൽക്കാതെ ഒരു മനുഷ്യനും ഉലകത്തിൽ പിറവിയെടുക്കുന്നില്ല. വിശുദ്ധ വേദഗ്രന്ഥം ഇങ്ങനെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നാൽ മനുഷ്യൻ പാപിയാണ്. സിഖ് മതം, ബുദ്ധമതം, ജൂതമതം, യവനമതം, സകല മതങ്ങളും അടിവരയിട്ട് പറയുന്നു മനുഷ്യൻ പാപിയാണ്. അപ്പൊ പാപിയായ മനുഷ്യന് പരിശുദ്ധമായ സ്വർഗം പുൽകുവാൻ കഴിയുകയില്ല. തിരുവെഴുത്ത് അടിവരയിട്ട് പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാനുള്ള ഏകമാർഗമാണ് സുവിശേഷം. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, മറ്റൊരു തലരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മുകളിൽ ഏകനാമം യേശുവിന്റെ നാമം.